തുലാബി അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സോടുകൂടി നമ്മൾ 5ാമത്തെ യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞു അല്ലേ. നമുക്കിന്ന് അൽ വഹ്ദത്തു അസ്സാദിസ എത്രയാ? 6ാമത്തെ യൂണിറ്റ്. വൈസ്മുൽ വഹ്ദ അൽ ഖറിയത്തു സഈദ. എന്താ ഖറിയ? അൻതും തഈശൂന ഫി ഖറിയത്തിൻ. നിങ്ങളൊക്കെ ഓരോ ഗ്രാമത്തിലായിരിക്കും താമസിക്കുന്നുണ്ടാവുക അല്ലേ. ഖറിയ എന്നാൽ ഗ്രാമം, അസ്സഈദ ഹാപ്പി വില്ലേജ് എന്നാണ്. എങ്ങനെ ഒരു വില്ലേജ് ഹാപ്പി ആവുക? എങ്ങനെയാണ്? ഇവിടെ മക്കളൊരു ചിത്രം കണ്ടോ? ഫഹുനാക്ക മൻഹും ഫഹുനാക്ക കസീറും മിനൽ അബ്നാഇ വൽ ബനാത്സ്. കുറച്ച് കുട്ടികളല്ലേ, ഔലാദ് വൽ ബനാത്സ്. അവരെന്ത് ചെയ്യുന്നത്? അനഹും യൽഅബൂന, അവർ കളിക്കുകയാണല്ലേ. എന്താണ് അവർ കളിക്കുന്നത്? യൽഅബൂന കസ്റുൽ ജറ. എന്താണ് കസ്റുൽ ജറ? ഫഹാദിഹി ഹിയൽ ജറ. ഈ ജറയെ എന്താണ് ചെയ്തത്? ഇതാണ് ജറ, കുടം അല്ലേ. ഇതിനെന്ത് ചെയ്തു? വഹാദിഹിൽ ബിന്ത് അന്നഹ കസ്റത്ത്, അതിനെ പൊട്ടിച്ചു അല്ലേ. ഇങ്ങനെയുള്ള കളിയൊക്കെ നടക്കൂലേ? എവിടെ നടക്കുക? നമ്മുടെ ഗ്രാമത്തിൽ അല്ലേ. ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഈദ് ഓണത്തിന് നമ്മൾ ഇതുപോലത്തെ കുറേ ഗെയിംസൊക്കെ കളിക്കും അല്ലേ. ഇവിടെ ഈ കുട്ടി ഫഹാദിഹിൽ ബിൻസ് ദാത്തു മഖ്ദുറത്തിൻ മുതനവ്യ അല്ലേ. ഭിന്നശേഷി ഉള്ള ഒരു കുട്ടിയാണ് അല്ലേ. അവൾക്ക് നടക്കാൻ കഴിയുന്നഹു ലാ തസ്തതിഉ അൻ തംഷി, നടക്കാൻ കഴിയാത്തൊരു കുട്ടിയാണ് അല്ലേ. പക്ഷെ ആ കുട്ടിയെയും അവർ ആ ഗെയിമിൽ പങ്കെടുപ്പിക്കുക അല്ലേ. വഹാദിഹിൽ അത്ഫാൽ യുഷജ്ജിഉന ഹാദൽ ബിൻസ്, ഈ കുട്ടിയെ പ്രോത്സാഹിപ്പിച്ചിട്ട് ആ മത്സരത്തിൽ പങ്കെടുപ്പിക്കുകയാണ്. അപ്പോൾ ഈ നാട്ടിലെ ഗ്രാമത്തിലെ എല്ലാവരും ഹാപ്പി ആയിരിക്കണം ഇതുപോലെ ഗെയിംസൊക്കെ കളിച്ചിട്ടല്ലേ. ഈ കുട്ടി പറയുന്ന എന്താണ്? ഫുസ്ദു, ഐ വൺ, ഞാൻ ജയിച്ചേ എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇതുപോലെ കുറേ ഗെയിമുകളിലെ മക്കൾക്ക് ഏതൊക്കെ ഗെയിമുകളുടെ പേരറിയാം? കുറേ ഗെയിമുകളുണ്ട് അല്ലേ. ഇപ്പം ഈ പരിപാടി നടത്തുന്നത് കുറേ ഗെയിമുകളൊക്കെ കൂടിയാണ്. ആരാ നടത്തുന്നത്? നാദിൻ നുജൂം, സ്റ്റാർസ് ക്ലബ്ബ്. എന്താണ് സ്റ്റാർസ് ക്ലബ്ബ്? നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഓരോ പേരിൽ ക്ലബ്ബുകൾ ഉണ്ടാവും അല്ലേ മക്കളെ, ഓണത്തിനൊക്കെ പരിപാടി നടത്തുന്നത്. അതെ. അപ്പോൾ നമുക്ക് ആ ഗെയിമുകൾ, ഏതൊക്കെ ഗെയിമുകളുണ്ട്? ഇതുപോലെ ഗെയിമുകൾ കുറേ കളിക്കാറില്ലേ സാറ്? എന്താണ് കുറേ വേറെ ഗെയിമുകൾ കാണിച്ചു തരാം. ഏതറിയോ? നമ്മളിങ്ങനെ മത്സരത്തിന് വേണ്ടി നടത്തുന്ന വേറെയും കുറേ ഗെയിമുകളില്ലേ, സ്പോർട്സ് ഗെയിമുകൾ. അതിൻ്റെ ഒരു പേര് നമ്മൾ സാർ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ. أهلا بكم أصدقائي الأطفال. سنتعلم اليوم معا أسماء الألعاب الرياضية. Sports games. الألعاب الرياضية. Sports games. Sports games. الألعاب الرياضية. كرة القدم. فوتبول. ഖുറത്തുൽ ഖദം, ഫുട്ബോൾ. ഖുറത്തുൽ ഖദം അല്ലേ, ഒരു ഗെയിമാണ്. പിന്നെയോ كرة القدم فوتبول. كرة القدم فوتبول. كرة السلة باسكتبول. ബാസ്കറ്റ്ബോൾ. എന്താ വായിക്കാം? ഖുറത്തുസ്സല്ല. ഞാൻ അടുത്ത് നമുക്ക് നോക്കാം. فوليبول. كرة الطائرة فوليبول. كرة الطائرة വോളിബോൾ. പിന്നെയോ? പിന്നെ ഏതാണ് നമുക്ക് നോക്കാം? ഇതൊക്കെ التنس. സ്വിമ്മിങ്. എന്താണ്? ഒന്നുകൂടെ നോക്കാം. السباحة swimming. السباحة swimming അല്ലേ. പിന്നെ ഏതാണ്? അടുത്ത് നോക്കിക്കോട്ടോ. الملاكمة tennis. എന്താണ്? ടെന്നീസിന് ടെന്നീസ്. അടുത്ത് നോക്കാം. boxing. الملاكمة മുലാക്കമ, ബോക്സിംഗ്. പിന്നെയോ? cycling. ركوب الدراجات. റുക്കൂബ് ദറാജ, സൈക്ലിംഗ് മത്സരമൊക്കെ നടക്കൂലേ.
പിന്നെ ركوب الخيل. Horseback riding. ഹോഴ്സ് ബാക്ക് റൈഡിങ്, കുതിര സവാരി. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കുറവാണ് അല്ലേ? പിന്നെ അടുത്ത് നോക്കാം നമുക്ക്. قوس. Archery. الرماية بالقوس. റിമായ ബിൽ ഖൗസ്, ആർച്ചറി അല്ലേ? പിന്നെയോ എന്താണ്? التزلج. അത്തസല്ലുജ്, എന്താണ്? സ്കൈയിങ്, സ്കീയിങ്. Skiing. التزلج. Skiing. ഇപ്പം ഇത്രയും കുറേ ഗെയിമുകളൊക്കെ ഉണ്ട് അല്ലേ? ഇതുപോലെ വേറെ നമ്മളുണ്ട്, ക്രിക്കറ്റും വോളിബോളും വേറെ കുറേ ഗെയിംസ് ഉണ്ടല്ലോ അല്ലേ? സാറേ അതിൻ്റെ കുറച്ച് പേരുകൾ കൂടി കാണിച്ചു തരാം. ഇതുണ്ടോ? സിബാഖുൽ ജരി, റണ്ണിങ് റേസ്, ഓട്ട മത്സരം. സിബാഖുൽ അക്കിയ, സാക്ക് റേസ്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഈദ് നടക്കുമ്പോൾ നടക്കുക അല്ലേ? ലുഅബത്തുൽ ഗുമ്മൈസ, ഗുമ്മൈല, ഹൈഡ് ആൻഡ് സീക്ക്. അല്ലുസൂസ് വഷുർത്ത, കോപ്സ് ആൻഡ് റോബേഴ്സ്, കള്ളനും പോലീസും. ഖുറത്തുൽ ഖദം, ഫുട്ബോൾ. ക്രിക്കറ്റ്. ഖുറത്തു ത്വായിറ, വോളിബോൾ. അരീഷത്തു ത്വായിറ, ബാഡ്മിൻ്റൺ. ഇതൊക്കെ നമുക്കറിയാം അല്ലേ? ഇങ്ങനെയുള്ള കളികളൊക്കെ നമ്മൾ കളിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഇവരുടെ നാട്ടിൽ, ഈ കുട്ടികളുടെ നാട്ടിൽ അവരുടെ നാദിൻ നുജൂമുക്കൊരു പരിപാടി നടത്തുകയാണ്. അന്നേരം കുട്ടികളെല്ലാവരും പരിപാടിയിലേക്ക് പോയി. അവിടെ വെച്ചിട്ട് ഹുനാക്ക തിഫ്ലാൻ, 2 കുട്ടികൾ. ആരൊക്കെയാണെന്നറിയോ? ആരൊക്കെയാണെന്നറിയോ മക്കളെ? രാഹുൽ ജോർജ്. രാഹുലും ജോർജും കണ്ടുമുട്ടി. അപ്പോൾ അവരെന്താണ് സംസാരിച്ചത് നമുക്ക് നോക്കാം. എന്താ സംസാരിച്ചത്? ഇതുണ്ടോ? അവർ പറയണേ, വായിക്കാം നമുക്ക് കേട്ടാ. രാഹുൽ പറഞ്ഞു, മസാ അൽ ഖൈർ, മസാ അൽ ഖൈർ. ഫക്കാല ജോർജ് പറഞ്ഞു, മസാ അന്നൂർ, മസാ അന്നൂർ. രാഹുൽ, ഇലാ ഐൻ, ഇലാ ഐൻ. അപ്പൊ ജോർജ്, ഇലൽ മൈദാൻ, ഇലൽ മൈദാൻ. രാഹുൽ, മാതാ ഹുനാക്, അവിടെ എന്താണ്? മെഹ്റജാനുൽ ഖറിയ. മാതാ? മെഹ്റജാനുൽ ഖറിയ. നിങ്ങൾ വായിച്ച് പഠിക്കണം കേട്ടോ. രാഹുൽ പറഞ്ഞു, മസാ അൽ ഖൈർ. മാതാ മസാ അൽ ഖൈർ? ഗുഡ് ഈവനിങ്. അപ്പൊ ജോർജ് ഗുഡ് ഈവനിങ് തിരിച്ചു മസാ അൽ ഖൈർ പറഞ്ഞ മസാ അന്നൂർ. സബാഹ് അൽ ഖൈർ പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? സബാഹ് അന്നൂർ എന്ന് പോലെ അല്ലേ? രാഹുൽ ചോദിച്ചു, ഇല ഐൻ, വേർ ഡു യു ഗോ? എവിടേക്കാണ് നീ പോകുന്നത്? ഇതേപോലൊരു ഹിവാറ് പരീക്ഷയ്ക്ക് ഉണ്ടാവട്ടെ മക്കളെ, പഠിച്ചു വെക്കണം. എവിടേക്കാ പോകുന്നത്? ഇലൽ മൈദാൻ. എവിടേക്കാ പോകുന്നത്? ടു ദി ഗ്രൗണ്ട്, ടു ദി ഗ്രൗണ്ട്. മൈദാൻ, ഗ്രൗണ്ട്. രാഹുൽ ചോദിച്ചു, മാതാ ഹുനാങ്, വാട്ട് ഈസ് ദർ? അവിടെ എന്താണ്? എന്തിനാ ഗ്രൗണ്ടിലേക്ക് പോണേ? അപ്പോൾ അവൻ പറഞ്ഞത്, മെഹ്റജാനുൽ ഖറിയ, മെഹ്റജാനുൽ ഖറിയ, വില്ലേജ് ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പം നമുക്ക് അവിടെ പോവാം, കളികളൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവന് പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഹുനാക്ക തിഫ്ലുൻ ആഖർ, വേറൊരാൾ കൂടി വന്നു ഇവരുടെ കൂട്ടുകാരിൽ. ആരാണ്? മൻ ഹുവ ഫഹീം. ആരാണ്? ഫഹീം. ഫഹീം ചോദിച്ചു, മത്താ യബ്ദഉ സിബാഖ്, മത്താ യബ്ദഉ സിബാഖ്. എപ്പോഴാണ് തുടങ്ങുക? സിബാഖ്, മത്സരം എപ്പോൾ തുടങ്ങുക? ഫഖാല ജോർജ് പറഞ്ഞു, ലാ അദിരി, ഐ ഡോണ്ട് നോ. ഈ വാക്ക് മകൾ പഠിച്ചു വെക്കണം കേട്ടോ. ലാ അദിരി എന്താണ്? ലാ അദിരി. ഒരു കാര്യം ചോദിച്ചാൽ അറിയില്ലെങ്കിൽ പറയാവുന്ന വാക്കാണ്. അമ്മയോട് ഉപ്പയോടൊക്കെ, നിങ്ങൾ കുട്ടികളോടൊക്കെ പറയാം. പേനോട് പോയി ലാ അദിരി അല്ലേ? ലാ അദിരി, എനിക്കറിയില്ല. റുബമാ, ചിലപ്പോ. റുബമാ, ചിലപ്പോ. യബ്ദ ഉൽ ആൻ, ഇപ്പൊ തുടങ്ങും. യബ്ദ ഉൽ ആൻ, ഇപ്പൊ തുടങ്ങും. അപ്പൊ ഫഹീം പറയണത്, ഇലാമത്തൽ ഇൻതിലാർ, എത്ര നേരം വെയിറ്റ് ചെയ്യണം? എത്ര നേരത്തേക്കാണ്? ഇലാമത്ത, എപ്പോ വരെ ഇനി വെയിറ്റ് ചെയ്യണം എന്ന് ഫഹീം ചോദിച്ചു. ഫഹീം ചോദിച്ചപ്പോ അവിടെ വേറെ ഒരു ഗേള് കൂടി വന്നു. ആരാന്നറിയോ? ഫഹാദിഹിയ ഹിബ. ആരാണ്? ഹിബ. ഫഹാദിഹിയ, ഇതാണ് നമ്മുടെ ഹിബക്കുട്ടി. ഹിബക്കുട്ടി ചോദിച്ചു, എന്ത്? അയ്യു മുസാബഖത്തിൻ തജ്രി, എന്ത് മത്സരമാണ് തജ്രി നടക്കുക? എന്ത് മത്സരമാണ് നടക്കുക?
അപ്പോൾ ജോർജ് പറഞ്ഞു എന്ത് ഹുനാക ലൗഹ, അവിടെ ഒരു നോട്ടീസ് ഉണ്ട്. ഹദിഹിയ ലൗഹ, നോട്ടീസ് കണ്ടോ? നഖറ, നമുക്ക് വായിക്കാം. എന്തൊക്കെയാണ് നോട്ടീസിൽ നിന്ന് വായിക്കാം, എന്തൊക്കെയാണ് കളികൾ നോക്കാം എന്ന് പറഞ്ഞു. അപ്പൊ കളികൾ ഏതൊക്കെയാണ്? നാദിൻ നുജൂം, സ്റ്റാർസ് ക്ലബ്ബ്, മെഹ്റജാനുൽ ഖറിയ, മെഹ്റജാനുൽ ഖറിയ, വില്ലേജ് ഫെസ്റ്റ്. അവലൻ സാറ് വീഡിയോ കാണിച്ചെന്ന് പറഞ്ഞില്ലേ, അതേതാണ്? റുക്കൂബുദ്ദറാജ. മത റുക്കൂബുദ്ദറാജ, സൈക്ലിംഗ് മത്സരം അല്ലേ? സ്ലോ സൈക്ലിംഗ് മത്സരമൊക്കെ നടക്കൂലേ, കേട്ടിട്ടില്ലേ മക്കള്? അതെ, സൈക്കിൾ മത്സരം. പിന്നെ മഹാദ വഹാദിഹിൽ അത്ഫാൽ, വഹാദിഹിൽ അത്ഫാൽ യശുദ്ദൂൻ അൽ ഹബിൽ. എന്ത് ചെയ്യണവര്? ഈ ഇങ്ങനെ ഹബില് വലിക്കുകയാണ് അല്ലേ? ഇതിനെന്ത് പറയാ നമ്മള്? അറബിയിൽ ഷദ്ദുൽ ഹബിൽ എന്നാ പറയും. ഈ മത്സരത്തിന് എന്താ മക്കള് സ്കൂളിലൊക്കെ ചെയ്തിട്ടില്ലേ? വടംവലി മത്സരം. അതാ വടംവലി. എന്താണ്? വടംവലി. പിന്നെയോ ഹുനാക ബാദുൽ കറാസി, കുറച്ച് ചെയറുകൾ. വഹാദിഹിൽ അത്ഫാൽ മദാ യജ്റൂന ഹൗല ഹാദിഹിൽ കറാസി, ഈ ചെയറിന് ചുറ്റും ഇങ്ങനെ ഓടും. ഇപ്പൊ ചിലർക്ക് ദേഷ്യം വരും, എന്താണ് സീറ്റ് കിട്ടാനിട്ടില്ലേ, എല്ലാവരും ഇരുന്നു. ഈ കളി ഏതാണ്? ഫഹാദ ലുഅബത്തുൽ കറാസി. ഏതാണ്? കസേര കളിയാ അല്ലേ മക്കളെ? ലുഅബത്തുൽ കറാസി. പറഞ്ഞേ, ലുഅബത്തുൽ കറാസി. ലുഅബത്തുൽ കറാസി, കസേര കളി. ഈ കളി നമ്മൾ ആദ്യം കണ്ടു അല്ലേ? മഹാദ കസ്റുൽ ജറ. മത കസ്റുൽ ജറ. പറഞ്ഞു നോക്ക് മക്കളെ, എഴുതി പഠിക്കണം കേട്ടോ. എന്ത് കളിയാണ്? കുടമുടക്കൽ അല്ലേ? കുടം തല്ലി പൊട്ടിക്കുക, അതാണ്. ഉറിയടി എന്നൊക്കെയാ പറയാ, ഉറിയടി. ഉറി അടിച്ചു പൊട്ടിക്കുക. അപ്പൊ ഈ കളികളുടെ പേരും സാറ് നേരത്തെ കാണിച്ചു തന്ന കളികളുടെ പേരും ഒക്കെ മക്കൾ പഠിക്കണം കേട്ടോ. സിബാക്കുൽ ജരി, ഇപ്പം അതൊക്കെ പരീക്ഷയ്ക്ക് ഉണ്ടാവും. ഷാദാ. അപ്പം എത്രയാണ് അതിൽ നമുക്കുള്ള? ഇനി നമ്മൾ ഒരു ചില വാക്കുകൾ നമുക്ക് വായിച്ചു നോക്കാം. ഏതാണ്? മാ ഉൻ. മത മാ ഉൻ. ഏതാണ്? ആ അല്ലേ? ആ പല രീതിയിൽ എഴുതിയിരിക്കുന്ന ആ അവസാനത്തിൽ വന്നപ്പോൾ ഇങ്ങനെ അല്ലേ? ആദ്യത്തിൽ എഴുതിയപ്പോൾ ഒരു അലിഫ് ഇട്ട് അതിൻ്റെ മുകളിൽ ഹംസിട്ടു, അബുൻ. ഇവിടെ എന്താ? ഇടയിൽ വന്നപ്പോൾ വാവിൻ്റെ മുകളിലായി ലു ലു ഉൻ. ഇവിടെ വന്നപ്പോൾ ഒരു ബായുടെ മുകളിലായി ബ് റുൻ. അതാ ബി റുൻ. അപ്പൊ ആ പല രീതിയിലുണ്ട് അല്ലേ? ഇതുണ്ട അപ്പൊ ഈ അവസാനത്തിൽ എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒറ്റയ്ക്ക് എഴുതണം. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ മക്കള്? അപ്പം എങ്ങനെ എഴുതാം? ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ എഴുതണം അല്ലേ? ആ ഓക്കെ. എങ്ങനെ എഴുതാം മക്കളെ? ദേ ഇങ്ങനെ അല്ലേ? ആ കളറൊന്ന് ചേഞ്ച് ചെയ്യാം, നമുക്ക് റെഡാക്കാം. ഇങ്ങനെ വരച്ച് ഇങ്ങനെ ആ. ഇനി അത് തുടക്കത്തിൽ വരുമ്പോൾ അവസാനത്തിൽ ഒറ്റയ്ക്ക് എഴുതുമ്പോഴാണ് നമ്മൾ വരിക. പിന്നെയോ അലിഫ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലിടണം, അതാണ് ആദ്യത്തിൽ. പിന്നെ ഇടയ്ക്ക് വരും ചില സന്ദർഭങ്ങളിൽ. അപ്പം നമ്മൾ വാവിൻ്റെ മുകളിൽ എഴുതും. വാ ലു ഇങ്ങനെ വരയ്ക്കണം. ഓക്കെ, ഇങ്ങനെ. പിന്നെ യാവിൻ്റെ മുകളിൽ എഴുതും ബി എറ് എന്ന് പറയുമ്പോൾ ബി എറുൻ. ഇങ്ങനെ യാവിൻ്റെ മുകളിൽ കേട്ടോ. ഇത് ഈ യാ ആണ്, ഇതിൻ്റെ അടുത്ത് ഈ ഭാഗം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബി എറുൻ. എങ്ങനെ വരിക? യാവിൻ്റെ മുകളിൽ എഴുതണം. അപ്പം ഇങ്ങനെ രീതിയിൽ മക്കൾ ആ എഴുതി പഠിക്കണം. അതിൽ ഇത് കണ്ടോ എങ്ങനെ വരിക? സമാ ഉൻ. എങ്ങനെ വരിക? സമാ ഉൻ. ആ ഒറ്റയ്ക്ക് എഴുതണം. അംബജുൻ. ആ ഒറ്റ ആ ആദ്യത്തിൽ വന്നിട്ടുള്ളൂ ഇവിടെ. അംബജുൻ. പിന്നെ ഏതാ? ഫു ആദുൻ. അപ്പോൾ ഇവിടെ വാവിൻ്റെ മുകളിൽ സിബുൻ, ഇവിടെ യാവിൻ്റെ മുകളിൽ. അങ്ങനെ പഠിക്കും. ഇനി നമുക്ക് നമ്മുടെ ആക്ടിവിറ്റി ബുക്കിൽ ഇവിടെ ഒരു എത്രാമത്തെ പേജ്? 70-ാമത്തെ പേജിൽ എന്താണ് ഈ കളികളുടെ പേര് എഴുതാൻ. സാറ് പറഞ്ഞില്ലേ കളികൾ നമ്മൾ ഏതാണിത്? ഇത് റുക്കൂബുദ്ദറാജാത്ത്. റുക്കൂബുദ്ദറാജാത്ത് നമ്മളിവിടെ പറഞ്ഞു അല്ലേ? ഏതാ? റുക്കൂബുദ്ദറാജ. ഈ വാചകമാണ് എവിടെ എഴുതുന്നുണ്ട്? ഇവിടെ എഴുതുന്നുണ്ട്. പിന്നെ ഇതേതാ? വടംവലിക്കൻ അല്ലേ? എന്താ പറഞ്ഞ നമ്മൾ? ഷദ്ദുൽ ഹബൽ അല്ലേ? ഏതാ വാക്ക്? ഈ വാക്ക്.
ഷദ്ദുൽ ഹബൽ ഇവിടെ എഴുതി കൊടുക്കുക. വഹാദ കസ്റുൽ ജറ. കസ്റുൽ ജറ കുടം അല്ലേ, കുടം തല്ലിപ്പൊട്ടിക്കുക. പിന്നെ ഏതോ ഇത് ലുഅബത്തുൽ കറാസി കസേര കളി എന്നെഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങൾ പഠിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.